പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പ്രതിഷേധത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്ന് വനം മന്ത്രിയുടെ വിശദീകരണം. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നും മന്ത്രി. ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് നിങ്ങൾ എല്ലാ ക്ലിപ്പിംഗ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാരെ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന, എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. ഇനി മന്ത്രി ഇന്നലെ പറഞ്ഞ വാക്കുകൾ. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, തീർത്തും നിരുത്തരവാദപരമായ ഒരു വിമർശനം, ഒരു ആരോപണം ആണ് ഇന്നലെ വനം മന്ത്രി ഉന്നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിലിപ്പോൾ അദ്ദേഹം ടേൺ എടുത്തിരിക്കുന്നു. ഇതിപ്പോൾ അദ്ദേഹം ഈ ഒരു ദിവസം ഒന്ന് പറയുക, പിറ്റേ ദിവസം അത് തിരുത്തി പറയുക എന്നത് ഒരു പതിവായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണത്തിൽ, വനമന്ത്രിയുടെ ഈ വിശദീകരണത്തിൽ പ്രതിപക്ഷം സംതൃപ്തരാണോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രന് വലിയ വിവാദമായ ഈ വിഷയത്തിലെ തന്റെ പ്രസ്താവനയിൽ വലിയ ജാഗ്രതക്കുറവുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതുമായി പറഞ്ഞ പ്രസ്താവന വളരെ ഈ പല രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഈ മരണം ഉൾപ്പെടെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ച അത്തരത്തിൽ പ്രതികരണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ വിവാദങ്ങളെ തുടർന്ന് മന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ഇത് വിശദീകരിച്ചത് താൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടല്ല, അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉണ്ടായത് വലിയ തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അത് ഒരു മന്ത്രി എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവനയുമായി യോജിച്ചു പോകുന്നതല്ല. എന്തായാലും മന്ത്രിക്ക് ഈ കാര്യത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി അടക്കം ഇതിൽ നീരസം പ്രകടിപ്പിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ചും എ.കെ. ശശീന്ദ്രനോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ താൻ അങ്ങോട്ട് വിളിച്ച് ഇവിടുത്തെ സാഹചര്യം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം അങ്ങനെ അങ്ങനെ നീരസപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം തന്നെയായിരുന്നു എന്ന നിലപാട് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ മരണം ഇത്തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞത് അതിനുശേഷമുണ്ടായ പ്രതിപക്ഷത്തിന്റെയും മറ്റും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും വഴിതടയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വലിയ കോലാഹലങ്ങൾ ഉൾപ്പെടെ അത് ഈ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി മുതലെടുക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തിയ ശ്രമങ്ങളെയാണ് താൻ അത്തരത്തിൽ ഗൂഢാലോചന എന്ന് വ്യാഖ്യാനിച്ചത് അല്ലെങ്കിൽ സൂചിപ്പിച്ചത് എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. പക്ഷേ രണ്ട് പ്രസ്താവനകൾ മന്ത്രിയുടെ ജാഗ്രത ഉണ്ടായെന്ന് ഉറപ്പാണ്. ഒരു തവണ പറയുന്നത് മാറ്റി പറയുന്നു എന്ന തരത്തിലേക്ക് പോലും മന്ത്രിയുടെ പ്രസ്താവനകളെ വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി മന്ത്രി നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രസ്താവനകൾ മനസ്സിലാക്കുന്നത്. എന്നാലും UDF ഇത് രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിയെടുക്കുകയാണ്. മന്ത്രിയുടെ രാജി ഉൾപ്പെടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ട സാഹചര്യം കൂടിയാണ്. എന്തായാലും പ്രതിഷേധം എ.കെ. ശശീന്ദ്രനെതിരെയുള്ള പ്രതിഷേധം ഇന്നും കോൺഗ്രസിന്റെയും വിവിധ UDF സംഘടനകളുടെ നേതൃത്വത്തിൽ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മന്ത്രി ഈ വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു പുതിയ നിലപാട് പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടല്ല താൻ പറഞ്ഞതെന്നും അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്നതാണ് താൻ ഉദ്ദേശിച്ചതെന്നും മറ്റ് വ്യാഖ്യാനങ്ങളൊക്കെ കക്ഷി രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണ് ഈ പ്രചരണം നടത്തുന്നതെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. ലക്ഷ്മി, വനം മന്ത്രിയുടെ വാവിട്ട പ്രസ്താവന ഏതായാലും പ്രതിപക്ഷം വലിയ പ്രചരണ ആയുധമാക്കുകയാണ് നിലമ്പൂരിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം അത് തിരുത്തി പറഞ്ഞിരിക്കുന്നു. പക്ഷേ തീർത്തും നിരുത്തരവാദപരമായ ഒരു പരാമർശം തന്നെയാണ് വനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ.